നിനക്കത് സംസാരിക്കാത്ത പാടെന്താ? എടാ ഇവനെ നമ്മൾ എന്തായാലും തരുന്നുണ്ട്. അതിപ്പോ എങ്ങനെയാന്ന് നിങ്ങൾ നോക്കണ്ട, ജീവനോടാണോ അല്ലാതെ ആണോ എന്ന്. എടാ നീ കൊണ്ടുവെക്കോ കണ്ടി ഇതൊരു പാടാക്കി വെച്ചോ. നീ വേണേ കൊണ്ടേക്കോ ബ്രോ, കൊണ്ടേക്കോ. അങ്ങനെ ഹലോ പറയും മൊയ്തീൻ പറയും. എന്താ പറഞ്ഞ കേട്ടില്ല. എവിടെയാ ലൊക്കേഷൻ? അങ്ങനല്ലടാ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവിടെ ലെഫ്റ്റ് ആയിരിക്കും, അവിടെ വല്ലതും ആയിരിക്കും. ലെഫ്റ്റ് എവിടെയാ? പിങ്ങിടുന്ന എവിടെയാ? അതാണോ ഈ നിൽക്കുന്ന മൊയ്തീനാണോ ഇവിടെ? കേട്ടോ, അവൻ പറഞ്ഞു കേട്ടോ. നിന്റെ പേരെന്താ? എടാ നിന്റെ പേര് പറ. ചിമ്പുവാ? ഇത്രയും നേരം നോർമലായിട്ട് സംസാരിച്ചവനാ. അവന്റെ മറ്റേ മൈക്കൊക്കെ എടുത്ത് വിഴുങ്ങിയെന്ന് വന്ന വാസ്കോ. ഈയിടെ പോളാ കണ്ടി നടന്ന അങ്ങോട്ട്. ഇതിനകത്ത് കയറി കൊണക്കാതെ പുറത്തിറങ്ങണേ. പുറത്തോട്ട് ഇറങ്ങടാ നീ അങ്ങോട്ട്. ഇതിനകത്ത് നിൽക്കാതെ പുറത്തോട്ട് ഇറങ്ങടാന്ന് അറി. പിന്നെ നിന്റെ വണ്ടി പേര് വെച്ചിട്ടുണ്ടാ? നിന്റെ വണ്ടി എടാ നീ ഏതാ നിന്നോട് എടാ നീ ഏതാ? അതാ ചോദിച്ചാ നീ ഏതാ? എടാ പിന്നെ വന്ന് വെറുതെ ഒന്ന് കുറയ്ക്കുന്നതാണ് പിന്നെ ചോദിക്കണ്ടേ? എടാ ഇവ ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? എടാ പുറത്തോട്ട് ഇറങ്ങണ ഇതിനകത്ത് കയറി കുറച്ചോണ്ട് പുറത്തിറങ്ങണ കണ്ടി. അയ്യ നീ ഏതാ? നിന്റെ പേരെന്താ? നിന്റെ പേര് ഇവന്റെ വായനെന്തിന്? എടാ നിന്നോടാ കേട്ടാ. യു ആർ നോട്ട് അലൗഡ് ടു ട്രിഗർ സിറ്റുവേഷൻ വിത്തിൻ സേഫ് സോൺ കേട്ടാ. വള്ളിയാണോ അവൻ? ഇത് സിറ്റിസൺ ആണോ കൊച്ചുകുഞ്ഞ്? ഇവ തെറി വിളിച്ചിട്ടുണ്ടോ നമ്മളെ ഇതിനു മുന്നേ? എടാ ഇത് സിറ്റിസൺ ആണോ? ആ ഒരുമാതിരി സംസാരം ആണോ? എന്നാ തൂക്കാം. ഇതേ ഇതിനു മുമ്പ് ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് സിറ്റുവേഷൻ ആയിട്ട് ജെയിംസ് ബോണ്ട് ഇവനെ കുത്തി കൊന്നായിരുന്നു. ശരി, എടാ അവനെ ഇറക്കി വിട. ഇല്ല അവന് ഫിയർ ഒന്നും ഇല്ല. അവൻ കൈയൊന്നും പൊക്കൊന്നും ഒന്നില്ല. എടാ കൊല്ലല്ലേ എടാ കൊല്ലണ്ട. കുഴപ്പമില്ലായിരുന്നു. പിസ്റ്റലല്ലായിരുന്നോ? കൊല്ലണ്ടായിരുന്നടാ. ഓക്കെ, അവൻ വെടി വെച്ചോട്ടായിരുന്നു. കുഴപ്പമില്ല. നിനക്ക് വണ്ടിയില്ല, മറ്റേതും ഇല്ല. വെറുതെ ചുമ്മാ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞില്ലടാ നിനക്ക് പറഞ്ഞ സാധനല്ലാന്ന്. മറ്റേ ഞാൻ പറഞ്ഞില്ലൊരു സാധനം നിനക്കില്ല. മനസ്സിലായ? നിനക്ക് സാധനല്ല. അവിടെ സംസാരിക്കുമ്പോ പറഞ്ഞിട്ട് എടുക്കാവൂ, ഇല്ലെങ്കിൽ നിനക്ക് പ്രശ്നമാവും. കിട്ടിയില്ലേ? എടാ കൈ വെക്കാൻ പറ വാസ്കോ. കൈ വെക്കാൻ പറഞ്ഞിട്ട്. ഓക്കെ, എടുത്തു. മൊയ്തീനെ ആരാ വണ്ടി എടുത്തേ? അതെന്റെ വണ്ടി. അത് അവന്റെ വണ്ടിയല്ലേ അവൻ എടുത്തേ? മൊയ്തീന്റെ വണ്ടിയാ അവൻ എടുത്തേ? അല്ലാതെ എന്റെ വണ്ടി അല്ലായിരുന്നോ? അല്ലായിരുന്നു.
തുടങ്ങി 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 അമ്പി 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 എനിക്കൊരു അമ്പിയിലടാ. എന്റെ വണ്ടി തന്നെടാ. എന്റെ വണ്ടിയത്. ആ ഓക്കെ എന്നാ നിക്ക്. മൊയ്തീന്റെ വണ്ടിയല്ല, എന്റെ വണ്ടിയായിരുന്നത്. ആ റേഡിയോയിൽ കേറിയിട്ടെ പറയ് ഹോസ്റ്റേജ് ആയിട്ട് ഇരിക്കുമെന്ന് പറയും KVയുടെ. ഓക്കെ 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 ഓക്കെ. ഇല്ല വണ്ടി മാത്രല്ല നിനക്ക് വേറെ എന്തോന്നും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അത് കാണട്ടെ, വന്ന് കാണിച്ച നീ ഒന്ന് നിനക്ക് ഉണ്ട് എന്ന് പറഞ്ഞ സാധനം. അത് ഞാനല്ലല്ലോടാ നീ കാണിക്കടാ. നീ ആൾക്കാരല്ലോ. എടാ നിന്റെ കൂട്ടത്തിലുള്ള ഞാൻ തന്നെ പറഞ്ഞത്. അപ്പൊ നീ പറഞ്ഞ നിനക്ക് ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. നീ പറയ് റേഡിയോ കയറി പറയ്. എടാ ഹലോ ഹലോ കേക്കുന്നുണ്ടാ? ഞാൻ ഹോസ്റ്റ് ചെയ്യാന്നേ. കഴുകട്ടെ അവൻ. എടാ അവന്റെ വായന പുറത്തോട്ട് തന്നെ മറ്റേ BP. എന്ത് പറഞ്ഞ അവരെന്താ പറഞ്ഞേ? അവര് വരും. വരൂ. ആ ഓക്കെ ഓക്കെ. ആ ഇറങ്ങിക്കോ. റേഡിയോ ഫോണൊക്കെ കടഞ്ഞോ? എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഓക്കെ ഓക്കെ. ഇനി വാസ്കോ സംസാരിച്ചോ. നീ ഒരു കാര്യം പറ. അച്ഛനെ എടാ നീ ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ചിമ്പൊന്നും വേറൊന്നും അറിയത്തില്ല. ഓർക്കേണ്ട എടാ നിന്റെ ആരോടെ നിന്റെ ആരിലാണത് ഇവിടെ ഇരിക്കുന്ന ആരല്ലോ? അയ്യേ 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 അണ്ണാതെ വിളിപ്പിക്കല്ലേ അശ്ശേ. നീ ഒന്നൊരു പാട്ട് പാടിക്ക്. നീ ഒന്നൊരു പാട്ട് പാടി കേക്കട്ടെ. പാട്ട് പാട്. നമ്മള് പഴയ സിറ്റി ഐശ്വര്യ ഇതൊക്കെ ഓർമ്മയുണ്ടോ? വാസ്കോന്റെ ഒപ്പം പോയി നിന്ന് സംസാരിക്കും. എന്റെ വ്യൂ ഉണ്ടോ? ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഉണ്ടോ? ഹലോ പറയ്. അത് നമ്മുടെ കൂടെ ഉള്ള ഒരു പയ്യൻ അവന്റെ വണ്ടി എടുത്തോണ്ട് പോയി. മറ്റോ അവിടെ കിടന്ന് ട്രിഗർ ആകുമായിരുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിമ്പോ അവൻ കിടന്ന് അങ്ങ് റേസ് ആകുമായിരുന്നു. ആ ഒരു സെക്കൻഡ്. എടാ ഇപ്പോഴും അവൻ ട്രിഗർ ആയിക്കൊണ്ടിരിക്കുക. പറയുന്നത് എന്ന് വെച്ചാ മര്യാദക്കല്ല നിക്കുന്നെ. പറയ് വണ്ടിന്ന് ഇറങ്ങി പഠിച്ചിടാൻ നോക്കി. അതുപോലെ കാണാൻ പറ്റും. വിളിച്ചാ മതി. ഗ്യാങ് ഹൗസ് എത്തുമ്പോ വിളിച്ചാ മതി. വെയിറ്റ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാം, പുറത്തോട്ട് കൊണ്ടുവരാം അവനെ. ഓക്കെ. എന്താ കല്യാണ വീടോ? കേറി കാണാൻ കൊണയാണോ? ആണോ? പൊന്ന് സ്വതന എന്തിനാ വേദന സഹിക്കണ് മൊട്ട തൈലം വാങ്ങി തേച്ചുള്ള കണ്ടി. പൊന്നു സ്വതന എന്തിനാ. ഇവിടെ വെച്ച് കൊല്ലല്ലേ കേട്ടോ. അവരെ മുന്നോട്ട് വീടിന്റെ അടുക്കള എവിടെയാണ് ചോദിക്കുന്ന പോലെ ഇവൻ ചോദിക്കുന്നത്. വീടിന്റെ എവിടെയാണ് കുറച്ച് അതോട് അറിയിക്കും. ചോദിച്ചിട്ടാണ് കക്കൂസ് ഇവിടെ. എടാ ഇവനെന്തായാലും അവരെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കൊല്ലാം. അവന്റെ സംസാരത്തിന് അങ്ങനെ തന്നെ ചെയ്യണം. ഹാർപ്പിക്കൊക്കെ അവിടെ കേട്ടെ. നിന്നെ ഇത്രയും ചെയ്യിപ്പിച്ചിട്ടും നിന്റെ കൂടെ ഉള്ളവർക്ക് നിന്നെ വേണ്ടേ? കേക്കാവോ? നിന്റെ കൂടെ ഉള്ളവർക്ക് നിന്നെ വേണ്ടേ? ആ അവര് വന്നിട്ട് ഇപ്പൊ നിനക്ക് വേണ്ടി എന്തേലും ചോദിക്കോ? ഒന്നും ചെയ്യത്തില്ല. ഈ കണ്ടിയൊക്കെ പോട്ടെന്ന് പറയും. അവന്മാർക്ക് ബാധ്യത. അവര് വന്നിട്ടുണ്ട്. അവര് പുറത്ത് നിൽക്കുക. അവര് ഇപ്പൊ പുറത്ത് പോയിട്ട് നിനക്ക് വേണ്ടി എന്തേലും ചോദിക്കോ അവര്? അത് നീ ഒരു അധിക പറ്റാണോ അവരെ കൂട്ടത്തിൽ? ഒരച്ച് കഴുകാൻ അങ്ങോട്ട് കക്കൂസ്. നീ ഒത്തിരുന്ന് കഴുകാൻ അങ്ങോട്ട്. ഇതായിരിക്കും. ആ അതത്രേ ഉള്ളൂ. നാളെ താങ്ങിക്കുന്നു ചിമ്പു. എന്താ പറയാനുള്ള മച്ചാനെ പറ. നിങ്ങളുടെ ഭാഗം നമ്മൾ കേട്ട്, പക്ഷെ എനിക്ക് അവന്റെ ഭാഗം കൂടെ കേൾക്കണം. കേട്ടോ?
എടാ എന്റെ വണ്ടി എടുത്തോണ്ട് പോയടാ. എന്റെ മറ്റേ എന്തുവാ മറ്റേ ഒരു വണ്ടി ഉണ്ടല്ലോ ചാര കളറ്. ആ വണ്ടി എടുത്തോണ്ട് പോടാ. അത് ചോദിച്ചാലാണ് ഇപ്പൊ ഈ പ്രശ്നം. മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ ബ്രോ അവരുടെ വണ്ടി എടുത്തപ്പോഴാണ് ഇവൻ ചോദിച്ചെന്നാണ് അവരുടെ വണ്ടി എന്റെ വണ്ടിയായിരുന്നു. ഇല്ലില്ല അത് മൊയ്തീന്റെ വണ്ടിയായിരുന്നു. വണ്ടി നീ നല്ലോക്കാക്കി നല്ലോക്കാക്കി ചിമ്പു. ഓക്കെ എന്നാ ഇവിടെ വന്നിരുന്നോ? കരക്കി വെച്ച് മറന്നുപോയോ നീ? നീ കക്കൂസിനകത്തിട്ട് ഫ്ലഷ് അടിച്ചു വിട്ടാ നീ. TBS ഉള്ളൊരു ബ്രോ കേക്കാവോ? ഇവിടെ കൊണ്ടുവന്നപ്പോഴും അവിടുന്ന് സേഫ് സോണിനകത്തും നല്ല കൊണയായിരുന്നു. ഇല്ല ഇപ്പോഴും കുണച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ കുണച്ചോണ്ടിരിക്കുന്നു. കഴിച്ചോണ്ടിരിക്കുന്നത് പ്ലസ്റ്റിൽ ഇപ്പോഴും ഞാൻ വണ്ടിയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് മച്ചാൻ തുടങ്ങി. കൊണ്ട് അതുകൊണ്ടാ തിരിച്ചു എടാ നീ അടങ്ങ്, നിന്നോടല്ല സംസാരിക്കുന്നത്. എടാ വേട്ടാവളിയന്മാരെ ഹോസ്റ്റേജ് എടുക്കടാ. അവനെ ഹോസ്റ്റേജ് എടുക്ക. കൈ ഒക്കെ വെച്ചിട്ട് നേരത്തെ ചെയ്തോലെ. ഇവിടുന്ന് മാറ്റി ഇവിടുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. എടാ നമ്മളാരും പറയത്തില്ല. TBC ഉള്ളവർക്ക് മനസ്സിലായോ സംഭവം എന്താന്ന്? ബ്രോ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങക്ക് എന്താണ് കള്ളൻ, വെറും കള്ളൻ. ഇപ്പൊ എന്തെന്ന് വെച്ചാ ഇവന്റെ സംസാരം ശരിയല്ലേ? ഇപ്പൊ അകത്ത് പോയിട്ടും ആൾക്ക് ഫിയർ ഒന്നും ഇല്ല. അപ്പി വർത്താനമാണ് നമ്മുടെ അടുത്ത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബ്രോ എന്താ പറയണ? അടിച്ചു തീർക്കാന്നാണോ പറയണത്? അടിച്ചു തീർക്കുന്നില്ല. അവന്റെ കാര്യത്തിൽ എന്തെന്ന് വെച്ചാ അത് നമ്മള് ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. അവനെന്തായാലും വിട്ടാൻ പറ്റത്തില്ല. അത്രത്തിനുള്ളൂ. വേറെ ഡിമാൻഡ്സ് പറഞ്ഞാൽ നമ്മൾ അവനെ വിട്ടുവരാൻ ഡിമാൻഡ്സ് ഒന്നും അവന് വിട്ടെടുത്തില്ല ബ്രോ. അത്രേ ഉള്ളൂ. നിങ്ങളെ ഞാൻ കാര്യം പറഞ്ഞു. നിങ്ങളെ ഹോസ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ തല്ലിക്കൊല്ലു ഉറപ്പാ. കൊന്നിട്ടേ വിടുന്നുള്ളൂ. അവനെ കൊന്നിട്ടേ വിടുന്നുള്ളൂ ഇവിടുന്ന്. മനസ്സിലായി? അവന് ജീവൻ വിടുന്നില്ല. സംഭവമല്ല. സംഭവം ഈ സിറ്റുവേഷനിൽ ബന്ധമില്ല. എന്നാലും ഒരു 2-3 ആഴ്ച മുന്നേ ഇവൻ ഇതേപോലെ വന്നിട്ട് ഞങ്ങളുടെ ആൾക്കാരെ ചുമ്മാ വള്ളി വിളിച്ചായിരുന്നു. ഞാൻ ആരുമായിട്ടും വള്ളി പിടിച്ചില്ല കേട്ടാ. വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്റെ വണ്ടിയാണെന്ന് നീ പറയാം. നീ അള്ളതാക്കടാ. എന്നിട്ട് നീ സംസാരിക്കും ഇവിടെ കേട്ടാ. നീ അള്ളതാക്കണമെങ്കിൽ നീ അവനെ ഇതെടുത്ത് ഹോസ്റ്റേജ് എടുത്ത് നീ വാ കേറ്. കക്കൂസിലോട്ട് വിടും. പോ ബാക്കി ഇടുക. അവനെ ഒറ്റ കാര്യമുള്ള അവന് ഫിയർ എന്താന്ന് ഫിയർ ഉണ്ടോ ഇല്ലേന്ന് നോക്കട്ടെ. ഫിയർ ഉണ്ടെങ്കിൽ ആലോചിക്കാം നമുക്ക്. അപ്പൊ എന്തെന്ന് വെച്ചാ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ. ബ്രോ അവന് നിങ്ങൾ അവനെ ഹോസ്റ്റേജ് ആക്കി അവൻ ഇത്ര നേരം അവനെ പണിഷ് അവനെ അകത്ത് വെച്ച് അവനെ ബാത്റൂം കഴിപ്പിച്ചെന്ന് പറയും. അവന്റെ കൊണയും നമ്മള് കേട്ടു. എടാ നിങ്ങക്ക് ഇവനെ കാണണമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഇവിടെ വരാൻ പറഞ്ഞു. കണ്ടില്ലേ? ഇനി പൊക്കോ, നിങ്ങൾ പൊക്കോ. ബാക്കി നിങ്ങൾ എന്തെന്ന് വെച്ചാ ചെയ്തോ. ആ പറയാ. നിങ്ങളൊരു ഹോസ്റ്റേജ് എടുത്തിട്ട് പറയടാ പറ. എടാ വേട്ടാവളിയെ ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഇത് ഗ്യാങ് ഹൗസ് ഏരിയ. ഒന്നീ അങ്ങോട്ട് മാറണം, ഇവിടെ നിന്ന് മാറണം. അല്ലെങ്കിൽ അടുത്ത സസ്പെൻഷൻ 7 ദിവസം പുറത്തിരിക്കാൻ റെഡിയാ. 7 അല്ല ഇനി 14. എനിക്ക് അറിഞ്ഞൂടാ. കൊച്ചുകുഞ്ഞിന്റെ ചോദിക്കേണ്ടി വരും ആ ഒരു സംഭവം. കൊച്ചുവിനെ ഇപ്പൊ അവനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? അവരെ മുന്നേ വെച്ചിട്ട് നമ്മൾ അവനെ ഹോസ്റ്റേജ് അല്ലേ? പറ്റുമോ? നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുപോകണോ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയിക്കോ. പക്ഷെ ജീവനോടല്ല പറഞ്ഞ തല്ലിക്കൊന്നേക്ക്. എടാ എന്നാ എല്ലാരും ഒരു സെക്കൻഡ്. എടാ എന്നാ എല്ലാരും മാറിയിക്കടാ. വാസ്കോ കൊന്നോ? കത്തിക്കണ്ട. അവന്റെ പിസ്റ്റൽ മാത്രമേ ഉള്ളൂ. കത്തിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. കൊണ്ടുപോട്ടെ. എടാ ബാക്കിയുള്ളവർ മാറിക്ക. ആ വന്നവർക്ക് ഒരു ഫയർ പോകരുത്. അവന് മാത്രം കൊടുത്തേക്ക്. അവനെ തല്ലിക്കൊന്നു വിട്ടേക്ക്. എടാ കേക്കാവോ? നിനക്ക് നിന്റെ വാരെന്ത് പഴപ്പോ? എടാ നിനക്ക് കേക്കാവോ മോനെ? നിനക്കത് സംസാരിക്കാത്ര പാടെന്താ? എടാ ഇവനെ നമ്മൾ എന്തായാലും തരുന്നുണ്ട്. അതിപ്പോ എങ്ങനെയാന്ന് നിങ്ങൾ നോക്കണ്ട. ജീവനോടാണോ അല്ലാതെ ആണോ എന്ന്. എടാ നീ കൊണ്ടുവെക്കോ. കണ്ടി ഇതൊരു പാടാക്കി വെച്ചോ. നീ വേണേ കൊണ്ടേക്കോ ബ്രോ എല്ലാം കഴിഞ്ഞു. അകത്തല്ലേ പുള്ളി?